കേരളത്തിൻ്റെ ഒരു നവകേരളം സൃഷ്ടിക്കാൻ വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാണുന്നത്. എല്ലാ മേഖലയിലും എല്ലാ തട്ടിലുള്ള മനുഷ്യരെയും പരിഗണിക്കുന്ന ഒരു ഗവൺമെൻറ്റായി ഇത് അനുഭവപ്പെടുന്നു. അത് ഇനിയും തുടരേണ്ടതുണ്ട്. ഇത് കൂടുതൽ നമുക്ക് ജനങ്ങളിലേക്ക്, ജനാധിപത്യ ഗവൺമെൻറ് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാവുന്നത്. ഇത് മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ മാതൃകയാവേണ്ട ഒരു സംഗതിയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാതെ നല്ല പ്രതീക്ഷയിലാണ്. ജനങ്ങളെ തേടി വരുന്നൊരു മന്ത്രിസഭ ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൽ നല്ല എന്താ പറയുക, എന്തെന്നില്ലാത്തൊരു സന്തോഷം. നമ്മളെ തേടി വരുന്ന ഒരു മുഖ്യമന്ത്രി, അതുകൊണ്ട് മന്ത്രിമാരും. നവകേരള സദസ്സ് ഒരു പുത്തൻ അനുഭൂതിയാണ്. അതായത് ജനലക്ഷങ്ങളാണ് എല്ലാ സംഗതിയിലും പങ്കെടുക്കുന്നത്. ഇത് UDFൻ്റെ ബഹിഷ്കരണമൊന്നും ജനം പുച്ഛിച്ച് തള്ളിയിരിക്കുന്നു. ഇപ്പം ഞങ്ങൾ ഈ പ്രദേശത്തെ കാര്യപ്പെട്ട ഒരാളാണ് ശിഹാബ് തങ്ങളെ മരുമകൻ. അയാൾ വരെ ഈ പരിപാടിയിൽ പങ്കെടുത്തു. പരിപാടിൻ്റെ വിജയം കൊണ്ടാണ്. ഇതിൽ UDF ബഹിഷ്കരിച്ച് അവരെ മണ്ടത്തരായിട്ടാണ് കാണുന്നത്. കാരണം ഈ തിരൂർ പോലുള്ള സ്ഥലത്ത് UDF ബഹിഷ്കരിച്ചിട്ടും UDFൻ്റെ അണികൾ കംപ്ലീറ്റ് പരാതികളായിട്ട് അവിടെ ക്യൂ നിൽക്കുക. ജനങ്ങൾക്കറിയാം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് LDF എന്ന്.